ആവർത്തിച്ചാവർത്തിച്ച് മനുഷ്യരോട്, സമൂഹത്തോട് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് ആരാണ് വിലങ്ങുതടി എന്ന് ചോദിക്കുമ്പോൾ സവിശേഷമായ ചില ഇഷ്ടങ്ങൾ കൊണ്ട് ചിലർക്ക് പേര് പറയാൻ മടിയുണ്ടാവും. പക്ഷേ കാലം വളരെ സുതാര്യമായി തുറന്നു കാണിക്കുകയാണ് ആരാണ് ഈ ലോകത്ത് സമാധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത്. അതിനൊറ്റുത്തരമേ ഉള്ളൂ, അത് നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രയേലാണ്. ഇത് പറയാൻ കാരണം മണിക്കൂറുകൾക്ക് മുമ്പ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഇറാൻ വീണ്ടും അടച്ചു. അടച്ചതിൻ്റെ കാരണം വളരെ കൃത്യമാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം, ആഴ്ചകളോളം നീണ്ടുനിന്ന നെഗോസിയേഷന് ശേഷം, ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ലോകത്തിന് ആകെ സംഭവിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും സമാധാനത്തിലേക്ക് എത്തിച്ചേർന്ന് ഒരു ധാരണാപത്രം ഒപ്പിടുന്നു. അതിൻ്റെ മഷി ഉണങ്ങും മുമ്പ് ആ ധാരണാപത്രത്തിന് പുല്ലുവില കൽപ്പിച്ച് വീണ്ടും ലെബനനിലേക്ക് കടുത്ത ആക്രമണം തുടരുന്നു. ആ ആക്രമണം തുടരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് തൻ്റെ രാഷ്ട്രീയ സ്വത്വത്തിന് ഗുണകരമാംവിധം വരുന്ന ഇലക്ഷനിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരു രാജ്യത്തെയും ഒരു മേഖലയെയും അനാവശ്യമായി യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. ഇറാന് മുന്നിൽ അവർ സ്വീകരിച്ച നിലപാട് 100% സാധൂകരിക്കാൻ കഴിയുന്ന സംഭവങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. ഏതാണ്ട് 14 ക്ലോസുകളുമായി ബന്ധപ്പെട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുന്നത്. ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ആശ്വാസം കൊണ്ടതാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കുന്നു, അവിടെ സമാധാനം നിലവിൽ വരുന്നു, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സമാധാനം വരുന്നു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കത്തിയ തീ അണയുന്നു, സമസ്ത മേഖലകളിലും ഉണ്ടായ വിലക്കയറ്റത്തിനൊരു ആശ്വാസം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം ഒറ്റ രാജ്യം അച്ചടക്കവും മര്യാദയും കാണിച്ചാൽ മതിയാവും. ഒറ്റ രാജ്യം ഇതിന് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചാൽ മതിയാവും. ഒറ്റ രാജ്യം തങ്ങളുടെ താന്തോന്നിത്തം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ മതിയാവും. ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രയേൽ. ആ രാജ്യം ഈ പറഞ്ഞതുപോലെ തങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞ വാചകൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. വെറും 9 മില്യൺ ജനങ്ങളുടെ സുരക്ഷിതത്വമെന്ന് പറഞ്ഞ് ആ മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്തുകയും മുഴുവൻ ജനങ്ങളെയും കൊന്നുതള്ളുകയും ചെയ്യുന്ന ഏർപ്പാട് എങ്ങനെയാണ് നീതിയാവുക? ആ മഷി ഉണങ്ങും മുമ്പ് തന്നെ ആക്രമണം നടത്തി. എന്നിട്ട് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഈ കരാർ പാലിക്കില്ല, ഞങ്ങൾ ഈ കരാർ പാലിക്കില്ല. ഭീഷണി അമേരിക്കയോടുൾപ്പെടെയാണ്. ഞങ്ങൾ ഈ കരാർ പാലിക്കില്ല. അവരെ കൂടി ചേർത്ത് എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കി മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കുഴിമന്തി രാജാക്കന്മാരും കാണേണ്ട കാര്യമാണ്. ലോകത്തെ ഒരു കരാറിനും ഒരു സമാധാനത്തിനും അവർ വില കൽപ്പിക്കില്ല. നിങ്ങൾ ഒപ്പിടുന്ന ഒരു കരാറും അവർ അംഗീകരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് അവരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് പല കാര്യങ്ങളുടെയും ന്യായങ്ങളുണ്ടാക്കി ഉടമ്പടിയുണ്ട് അല്ലെങ്കിൽ മറ്റു പലതുമുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന രാജ്യത്തിൻ്റെ പേരല്ല ഇസ്രയേൽ. അത് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും ഇവിടെ JD വാൻസ് പറഞ്ഞതുപോലെ മുഴുവൻ ആളുകളെയും കൊന്നുവേണം അവർക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ, അവരുടെ സ്വത്ത് നിലനിർത്താനെങ്കിൽ മറ്റൊരു നീതിയും നോക്കാതെ അവരതിനു വേണ്ടി തയ്യാറാകുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു രാജ്യത്തിൻ്റെ ഈ താന്തോന്നിത്തത്തിന് വില കൊടുക്കേണ്ടി വരുന്നത് ലോകമൊട്ടാകെയാണ്. അതുകൊണ്ട് ലോകം ഒരുമിച്ചുണരണം, ഒരുമിച്ചുണർന്ന് പറയണം. ചൈന കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു, ഇസ്രയേൽ ആ മേഖലയിൽ സമാധാനമുണ്ടാകാൻ ശ്രമിക്കണം, സമാധാനമുണ്ടാകാനുള്ള അവസരമുണ്ടാക്കണമെന്ന്. കേവലം പറച്ചിൽ കൊണ്ട് മാത്രം കാര്യമല്ല. ആ അനീതിക്കെതിരെ ലോകത്ത് രാജ്യങ്ങൾ അണിനിരുന്നെങ്കിൽ മാത്രമേ ഇവൻ്റെ കൊമ്പൊടിക്കാനാവൂ. അമേരിക്ക അതിന് ഇവന് വളം വെച്ചു കൊടുക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് പിന്മാറണം. ലോകത്ത് സമാധാനമുണ്ടാകണം. എല്ലാ രാജ്യങ്ങളും അവരവരുടെ അതിർത്തി സൂക്ഷിച്ച് കോടിക്കണക്കിന് മനുഷ്യർ ജീവനോപാധി തേടി ഓരോ രാജ്യങ്ങളിലും അലഞ്ഞു തിരിയുമ്പോൾ അവൻ്റെ ബിസിനസ്സുകൾ, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ജീവിതങ്ങൾ, അവൻ്റെ താമസിക്കാനുള്ള ഇടം, അവൻ്റെ റൈറ്റ് ടു ലിവിങ്, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം, ഇതെല്ലാമാണ് ഒറ്റ രാജ്യം ചോദ്യം ചെയ്യുന്നത്. ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രയേൽ. അതുകൊണ്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഇറാൻ അടച്ചു. വീണ്ടും പ്രതിസന്ധി പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. എല്ലായിടവും പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇസ്രയേൽ വിചാരിച്ചത് ഫലസ്തീനിൽ കരാറുണ്ടാക്കിയതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും എല്ലാ ദിവസവും രാവിലെ തങ്ങളുടെ ഒരു സൂക്കേട് തീർക്കാൻ വേണ്ടി ആക്രമിക്കാമെന്നാണ്. അത് സാധ്യമല്ലെന്നാണ് ഇറാൻ പറഞ്ഞത്. ഇറാൻ്റെ പേരാണ് ചെറുത്തുനിൽപ്പ്, ഇറാൻ്റെ പേരാണ് പ്രതിരോധം, ഇറാൻ്റെ പേരാണ് ആത്മാഭിമാനം, ഇറാൻ്റെ പേരാണ് ഒപ്പിട്ട കരാറിനോടുള്ള പ്രതിബദ്ധത പാലിക്കൽ.